അപ്പോൾ പാഞ്ചാലി പറഞ്ഞു, എൻ്റെ ഭർത്താക്കന്മാരെ ഇപ്പോഴും കിരാതകുലം ശത്രുക്കളായി കരുതുന്നെങ്കിൽ ഞങ്ങൾ കാമിക വനം ഉപേക്ഷിച്ചു പോകാം. പാണ്ഡവന്മാർ ഒരിക്കലും ശബരന്മാരെ താണവരെ കാണുന്നില്ല. എല്ലാ മനുഷ്യരും സമന്മാരാണെന്നാണ് അവരുടെ അഭിപ്രായം. അതുകൊണ്ടാണ് ദ്രൗപദി അവരെ പാണിഗ്രഹണം ചെയ്തത്. അമ്മേ, ഇന്നു മുതൽ ശബരവംശം പാണ്ഡവന്മാരുടെ മിത്രങ്ങളാണ്. ഞങ്ങളുടെ മനസ്സിൽ അവരോട് ഒരു ദേഷ്യവുമില്ല. കൗരവന്മാർ ഞങ്ങളെ അപമാനിച്ചതുമൂലം ഞങ്ങൾക്ക് ആര്യന്മാരോട് ക്രോധമുണ്ടായി. കൗരവന്മാരെ നശിപ്പിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ പരമലക്ഷ്യം. ഞങ്ങളുടെ ലക്ഷ്യവും അതുതന്നെ. കൗരവസഭയിൽ ദ്രൗപദിയെ അപമാനിച്ചതിനു ശേഷം ഞങ്ങളെടുത്ത പ്രതിജ്ഞയാണത്. ഞങ്ങളുടെയും നിങ്ങളുടെയും ലക്ഷ്യം ഒന്നു തന്നെ. ഇന്നു മുതൽ നമ്മൾ മിത്രങ്ങളായി തീരുന്നു. യുധിഷ്ഠിരൻ ശാന്തസ്വരത്തിൽ പറഞ്ഞു, ഭൂമിയിൽ ആദ്യകാലത്ത് മനുഷ്യർ തമ്മിൽ ഒരു പ്രകാരത്തിലുള്ള ഭേദചിന്ത ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ പ്രകൃതിയുടെ സന്താനമാം. ഈ ഭൂമിയിൽ ജീവിക്കുവാൻ എല്ലാവർക്കും തുല്യമായ അവകാശമുണ്ട്. ചന്ദ്രനും സൂര്യനും കാറ്റും മഴയും ശരത്തും ഹേമന്തവും എല്ലാ മനുഷ്യരെയും തുല്യരൂപത്തിൽ സ്പർശിക്കുന്നു. മനുഷ്യനും തമ്മിൽ അന്തരം അവൻ തന്നെ സൃഷ്ടിച്ചതാണ്. സാമൂഹിക സുരക്ഷിതത്വവും പരിഷ്കാരത്തിന്റെ വ്യാപ്തിയും മനുഷ്യനെ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവനാക്കി. കുടുംബത്തിലെ കഴിവും സാമർഥ്യവും അനുസരിച്ച് ഭാര്യയും ഭർത്താവും മറ്റംഗങ്ങളും ചുമതലകൾ പങ്കുവച്ചു. സമൂഹത്തിന്റെ പ്രവർത്തനത്തിനു വേണ്ടി പല ജാതികളുണ്ടായി. കുടുംബത്തിലെ ഒരുവൾ എല്ലാവരുടെയും എച്ചിലെടുക്കുകയും വീടും പരിസരവും അഴിച്ചുവാരുകയും കുട്ടികളുടെ മാലിന്യങ്ങൾ കഴുകുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവൾ അസ്പൃശ്യനാവുന്നില്ല. പിന്നെ അതേ ജോലി ചെയ്യുന്ന മറ്റുള്ളവർ എങ്ങനെ അസ്പൃശ്യരായി തീർന്നു? സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ ശബരിയുടെ ഉച്ഛിഷ്ടം ഭുജിച്ചു. അദ്ദേഹത്തിന്റെ അന്തസ്സിന് ഒരു കോട്ടവും സംഭവിച്ചില്ല. രാജാവായിരുന്നിട്ടും അദ്ദേഹം ആദിവാസിയായ ഗുഹനുമായി മൈത്രി ബന്ധം പുലർത്തി. മനുഷ്യനും തമ്മിൽ ഭേദഭാവം പുലർത്തുന്നവർ സൃഷ്ടികർത്താവിനെ എതിർക്കുന്നവരാണ്. പ്രിയപ്പെട്ട കിർമീക, ഞങ്ങളെ കുറ്റക്കാരായി കാണരുത്. സൗഹാർദ്ദം ദാനം ചെയ്തവരെ, അങ്ങനെയുള്ള ഞങ്ങളെ കൃതാർത്ഥരാക്കൂ. ഈ വനത്തിൽ ഋഷിമാരും മുനിമാരും വന്നു ചേരും. അവരുടെ ആശീർവാദത്താൽ ഈ വനത്തിലുള്ളവർക്ക് നന്മ തന്നെ ഉണ്ടാകും. പരസ്പരമുള്ള ആശയവിനിമയം കൊണ്ട് സാംസ്കാരികമായ അഭിവൃദ്ധി ഉണ്ടാകും. കിർമീകൻ ഗദ്ഗണ്ഡനായി പറഞ്ഞു, ഞങ്ങളുടെ കാലക്കേട് മാറുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ മണ്ണിൽ കാലുകുത്തിയത്. ഞാൻ എൻ്റെ വംശക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. കിരാതനെന്നും വിരാതനെന്നും പേരായ എൻ്റെ സഹോദരന്മാർ നിഷ്ഠൂരന്മാരായ ക്ഷത്രിയ വിരോധികളാണ്. അവരെ വശത്താക്കേണ്ട ചുമതല അമ്മ പാഞ്ചാലി ഏറ്റെടുക്കണം. മറ്റുള്ളവരുടെ കാര്യം ഞാൻ ഏറ്റു. ഞാനിവിടുത്തെ ശബരകുലത്തിൻ്റെ സേനാനായകനാണ്. എൻ്റെ വാക്കുകൾ മാനിക്കപ്പെടും. സുഗ്രീവനുമായി സഖ്യം ചെയ്ത് രാമൻ രാവണനെ വധിച്ചു, ലങ്കാവിജയം നേടി. അതുപോലെ യുധിഷ്ഠിര മഹാരാജാവ് ശബരസേന നായകനായ ഗർമീകനുമായി സഖ്യം ചെയ്തത് ഹസ്തനാപുരി കീഴടക്കുക തന്നെ ചെയ്യും. കൗരവന്മാർ വധിക്കപ്പെടും. അങ്ങ് ആജ്ഞാപിക്കുമെങ്കിൽ നാളെ രാവിലെ ശബരസേന ഹസ്തനാപുരത്തേക്ക് കുതിക്കും. യുധിഷ്ഠിരൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, വേണ്ട സഹോദര, വേണ്ട. ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. കൗരവവധമോ ഹസ്തനാപുര ജയമോ ഞങ്ങളുടെ ജീവിത ലക്ഷ്യമല്ല. 13 വർഷത്തെ വനവാസത്തിന് ശേഷം ഞങ്ങളുടെ ന്യായമായ അവകാശം തിരികെ കിട്ടിയാൽ മതി. 13 വർഷം തികയുന്നതിന് ഒരു ദിവസം മുൻപ് പോലും ഇന്ദ്രപ്രസ്ഥത്തിലെ ഭരണം ഞാൻ ഏറ്റെടുക്കുകയില്ല. അങ്ങനെ ചെയ്താൽ അത് സത്യവിരോധമാകും. ഏതെങ്കിലും ഉദ്ദേശത്തോടെ അല്ലാതെ ഞങ്ങൾ മൈത്രി ആഗ്രഹിക്കുന്നതല്ല. മൈത്രിക്ക് വേണ്ടിയുള്ള മൈത്രിയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. യുധിഷ്ഠിരന്റെ മഹത്വം കിർമീകനെ വിസ്മയിപ്പിച്ചു. കാമിക വനത്തിൽ ഈ വാർത്ത മിന്നൽ പിണർ പോലെ പരന്നു. കിർമീകന് പുറമെ കിരാതൻ, വിരാതൻ മുതലായ എല്ലാ വനവാസികളും ഞങ്ങളെ കാണാനെത്തി. സൗഹൃദ ഉത്സവത്തിൽ വന്നു ചേർന്ന എല്ലാവർക്കും ആഹാരം കൊടുക്കുവാൻ വേണ്ട ഏർപ്പാട് ഞാൻ ചെയ്തു. അക്ഷയപാത്രത്തിൽ ഞാൻ സ്വയം പാകം ചെയ്ത് പാണ്ഡവന്മാരെയും ശബരന്മാരെയും ഒരേ പന്തിയിലിരുത്തി ആഹാരം വിളമ്പി. വാനസ്ഥലി എന്ന അമൃതമയനായി ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ചു, കാമിക വനത്തിൽ പാണ്ഡവന്മാർ താമസിക്കുന്നിടത്തോളം ആരും വിശന്ന് കഴിയുകയില്ല. നിത്യവും ഈ കൂട്ടരും ഓരോ പന്തിയിലിരുന്ന് ആഹാരം കഴിക്കും. ശബര സ്ത്രീകൾ വിളമ്പുന്ന ആഹാരം പാണ്ഡവന്മാർ കഴിക്കും. ഞാൻ ശബരന്മാർക്ക് വിളമ്പിക്കൊടുക്കും. ആനന്ദകല്ലോലും പാണ്ഡവന്മാർക്ക് ജയ ജയഘോഷം, നൃത്തഗീതങ്ങൾ. പരമസന്തോഷത്തോടെ ഞാൻ ആലോചിച്ചു, മനുഷ്യൻ എത്ര മഹാനാണ്. സ്വയം തിരിച്ചറിയാതെ അവൻ സ്വയം എത്ര ചെറുതാകും. എൻ്റെ പക്കൽ അക്ഷയപാത്രമുണ്ട്. പക്ഷെ ദിവസം മുഴുവൻ എനിക്ക് വിശന്നിരിക്കേണ്ടി വരിക. ഞാൻ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് അക്ഷയപാത്രം ആഹാരം തരികയില്ല. അതുകൊണ്ട് എല്ലാവരുടെയും പ്രഭാത ഭക്ഷണം, മധ്യാഹ്ന ഭക്ഷണം, രാത്രി ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് ഏതെങ്കിലും അതിഥി വരാനുണ്ടോ എന്ന് കാത്തിരുന്ന ശേഷമേ ഞാൻ ആഹാരം കഴിക്കൂ. നിത്യവും അർദ്ധരാത്രി വരെ നിഷ്ഠയോടെ ഉപവാസ ദിനം അനുഷ്ഠിക്കുന്നു. അതിലെനിക്കൊരു ദുഃഖവുമില്ലായിരുന്നു. ഒരാൾ വിശന്നിരിക്കുന്നത് കൊണ്ട് അസംഖ്യം ആളുകൾ ആഹാരം കിട്ടുമെങ്കിൽ ഒരാളിൻ്റെ വിശപ്പിന് ശ്രേയസ്കരമാണ്. ഇതാലോചിച്ച് ഞാൻ ദിവസവും വനത്തിലെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും കീടങ്ങൾക്കുമെല്ലാം ആഹാരം കൊടുക്കും. കാമിക വനത്തിൽ കീടങ്ങൾ പോലും വിശന്നിരിക്കുകയില്ല. അമൃതമയമായ അമ്മയാണ് സ്ത്രീ. സന്താനം ജനിച്ചു കഴിഞ്ഞാൽ പുരുഷൻ അച്ഛനും സ്ത്രീ അമ്മയുമായി തീരുന്നു. എന്നാൽ കുഞ്ഞിൻ്റെ വിശക്കുന്ന വായിൽ അമൃതം ചുരിഞ്ഞു കൊടുക്കുന്നത് സ്ത്രീയാണ്.
പുരുഷനതിന് കഴിവില്ല. സ്ത്രീ അമൃതമയ്യ, അന്നപൂർണയാണ്. അന്യരുടെ വിശന്ന വയർ നിറയ്ക്കാനുള്ള ആഗ്രഹവും ആനന്ദവും സ്ത്രീയുടെ സഹജവൃത്തിയാ. ഞാൻ സ്ത്രീയാ, അന്നപൂർണയുടെ അംശത്തിൽ നിന്ന് ജന്മമെടുത്തവളാ. അന്യരുടെ വിശപ്പും ദാഹവും ശമിപ്പിക്കുന്നത് എനിക്ക് ആനന്ദകരമാണ്. അതുകൊണ്ടാണ് ധർമ്മദേവൻ അക്ഷയപാത്രം എൻ്റെ കയ്യിൽ തന്നെ. ഞാനെന്നും അദ്ദേഹത്തോട് കൃതജ്ഞതയുള്ളവളായത്. ഇടയ്ക്കിടയ്ക്ക് എന്നിൽ മക്കളെ ഓർമ്മ വരും. അഭിമന്യുവിനെയും സുഭദ്രനെയും ഓർമ്മ വരും. കാമികവനത്തിലെ ആബലാവൃതം സ്ത്രീകൾ ഉൾപ്പെടെ ഒരു പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കും. വിളമ്പുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ നേരിയ ദുഃഖം നിറയും. എൻ്റെ മകൾ ആഹാരം കഴിച്ചു കാണുമോ? അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടുവാനുണ്ടോ? ഇളയ മകൻ ശ്രുതസേനന് വേണ്ടി ഇപ്പോഴും എൻ്റെ മുല ചിരഞ്ഞാറുണ്ട്. വനവാസത്തിന് വരുന്നവരെ മുലപ്പാലായിരുന്നു അവന് ഏറ്റവും പ്രിയം. അവനെ ഓർത്താണ് എനിക്ക് കൂടുതൽ വിഷമം. സുഭദ്ര തീർച്ചയായും അവനെ ശ്രദ്ധിച്ചു വളർത്തുന്നുണ്ടായിരിക്കും. ശ്രീകൃഷ്ണൻ്റെ രാജ്യത്ത് ആഹാരത്തിന് കുറവുണ്ടാവുകയില്ല. എന്നാൽ അമ്മയുടെ മുലപ്പാൽ കിട്ടാതെ എൻ്റെ കുഞ്ഞ് കരയുന്നുണ്ടായിരിക്കും. അവൻ മെലിഞ്ഞു പോയിരിക്കും. മറ്റു കുട്ടികൾ ഞാൻ പാചകം ചെയ്തു കൊടുത്ത ഭക്ഷണത്തെക്കുറിച്ചായിരിക്കും ഓർമ്മിപ്പിക്കുക. അഭിമന്യുവും അതായിരുന്നു ഇഷ്ടം. കുട്ടികളുടെ എല്ലാ ചുമതലകളും സുഭദ്രയ്ക്കായിരുന്നു. എന്നാൽ അവർക്ക് ആഹാരം കൊടുക്കുന്ന ജോലി എൻ്റേതായിരുന്നു. ശബരബാലന്മാർക്ക് വാത്സല്യം പകർന്നു കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ മക്കളിൽ നിന്ന് അകന്നതിൻ്റെ ദുഃഖം മറക്കുകയായിരുന്നു. കാമികവനത്തിൽ ശബരകുടിയിൽ അപ്പമകലെയായിരുന്നു ഞങ്ങളുടെ കുടി. ഞാൻ നിത്യവും ശബരകുടിയിൽ പോകുമായിരുന്നു. അവരുമായി അടുപ്പം വർദ്ധിച്ചു വന്നു. ഞാൻ ഏതെങ്കിലും ദിവസം ചെല്ലാതിരുന്നാൽ അവരെല്ലാവരും ഞങ്ങളുടെ കുടിലിൽ അന്വേഷിച്ചു വരുമായിരുന്നു. അവർ ചോദിക്കും, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഇന്നങ്ങോട്ട് കണ്ടില്ലേ? അവരുടെ സരള ഹൃദയത്തിൻ്റെ നിഷ്കളങ്ക സ്നേഹത്തിൽ ഞാൻ ബന്ധിക്കപ്പെട്ടു. കിർമീകൻ്റെ അനുചരന്മാരായ കിരാതനും വിരാതനും ക്ഷത്രിയ സംഹാരം എന്ന പ്രതിജ്ഞ മറന്നു. അവരിപ്പോൾ പാണ്ഡവന്മാരുടെ മിത്രങ്ങളും അനുചരന്മാരുമാണ്. കാമികവനത്തിൽ ഇപ്പോൾ ഹിംസയില്ല, ദേഷ്യവുമില്ല. മുനിമാർക്ക് നിർവിഘ്നം തപസ്സനുഷ്ഠിക്കാം, യോഗ സാധന നിർവഹിക്കാം. അവരുടെ പൂജയിലും ഹോമത്തിലും മറ്റും ശബരകുടിയിൽ താമസിക്കുവാനും താല്പര്യം പ്രദർശിപ്പിക്കും. കാമികവനം ആര്യന്മാരുടെയും അന്യാര്യന്മാരുടെയും സംഗമമായി തീർന്ന് പാണ്ഡവന്മാർ ശബരന്മാരെ പോലെ വേഷം ധരിക്കും. അവരെ പോലെ വൽക്കലം ധരിക്കും. കുടിപ്പിലും നടപ്പിലും ശബരന്മാരായിക്കൊണ്ടേയിരിക്കും. ഭീമൻ ശബരന്മാരുടെ സേനാപതിയായ മട്ടുണ്ടു. ഞാൻ ശബര സ്ത്രീകളെ പോലെ വസ്ത്രം ധരിക്കും. ഞങ്ങൾ ക്രമേണ അവരുമായി താതാത്മ്യം പ്രാപിച്ചു. മക്കളുടെ ഓർമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ശബരകുടിയിലെ കുട്ടികളെ കാണുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ ഓർമ്മയിലേക്ക് എടുത്തു. എൻ്റെ കണ്ണുനിറയും. ഞാൻ ഭർത്താവിനോട് ചോദിക്കും, ഈ കഷ്ടപ്പാടിനി എത്ര കാലം? യുധിഷ്ഠിരൻ എൻ്റെ മനോവേദന അറിയാം. അദ്ദേഹം അനാസക്ത യോഗിയെ പോലെ പറയും, ദ്രൗപദി, മനസ്സുദാരമാക്കൂ, വിശാലമാക്കൂ. ഈ ലോകത്തിലെ സകല സന്താനങ്ങളും സ്വന്തമാണെന്ന് കരുതും. അങ്ങനെയാകുമ്പോൾ 5 പുത്രന്മാരുടെ വിരഹദുഃഖം അലട്ടുകയില്ല. നിങ്ങൾ അമ്മയാണ്, ജന്മദാത്രിയാണ്, അമൃതമയാണ്. അമ്മയുടെ ഹൃദയം സമുദ്രം പോലെ വിശാലമാണ്. ഭൂമിയിലെ അസംഖ്യം ദീനന്മാർക്കും ദുഃഖിതന്മാർക്കും പതിതന്മാർക്കും വേണ്ടി വാത്സല്യത്തിൻ്റെ കാട്ടൊഴുക്കും. എല്ലാവർക്കും സ്നേഹം കൊടുക്കും. അങ്ങനെ ചെയ്താൽ നിങ്ങളെപ്പോലെ സുഖം അനുഭവിക്കുന്ന മറ്റൊരാൾ ഈ ഭൂമിയിലേ ഉണ്ടാവുകയില്ല. യുധിഷ്ഠിരൻ്റെ വാക്കുകൾ വേദവാക്യം പോലെയാണ്. അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ വന്ദനീയങ്ങളാണ്. പക്ഷേ എങ്ങനെ സ്വീകരിക്കും? മനസ്സിന് ആശ്വാസമേകുവാൻ വേണ്ടി യുധിഷ്ഠിരൻ്റെ വാക്കുകൾ അനുസരിച്ച് ശബരകുടിയിൽ എല്ലായിടത്തും ഞാൻ വാത്സല്യം ഒഴിക്കും. ശബരൻ വിരാതൻ്റെ ഇരട്ടക്കുട്ടികളാണ്. കമ്പവും ജമ്പുവും, രണ്ടും ശുഷ്കിച്ച അസ്ഥിപഞ്ജരങ്ങൾ. കണ്ടിട്ട് ദയ തോന്നി. ഇത്രയേറെ ഫലപുഷ്പങ്ങൾ നിറഞ്ഞ വനത്തിൽ ഇവർ രണ്ടും മാത്രം ഇങ്ങനെ മെലിഞ്ഞു പോയതെന്ത്? തറയിൽ എന്നെ മിഴിച്ചു നോക്കി കിടക്കുമായിരുന്നു. അവർ ശുഷ്കരിച്ച വിരലുകൾ വായിലിട്ട് നുണഞ്ഞുകൊണ്ടിരുന്നു. പാവങ്ങളുടെ വിശപ്പ് എങ്ങനെ ശമിക്കും? ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ടോ? കിരാതൻ്റെ ഭാര്യയായ ശ്രീയോട് ഞാൻ ചോദിച്ചു, ഇവരുടെ അമ്മ കാട്ടിൽ പോയിരിക്കുകയാണ്. ഇവരെന്താണ് ഇത്ര മെലിഞ്ഞിരിക്കുന്നത്? അമ്മ ഇവരെ വേണ്ട പോലെ ശ്രദ്ധിക്കുന്നില്ലേ? ശ്രീയ കരുണസ്വരത്തിൽ പറഞ്ഞു. അവൾ പോയി, ഇനി മടങ്ങി വരികയില്ല. പോയിട്ട് കുറേ ദിവസമായി. അവളുടെ അച്ഛൻ വിളിച്ചുകൊണ്ട് പോയതാണ്. അന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് 2 മാസം പ്രായമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഞാനാണ് ഇവരുടെ അമ്മ. ഹൃദയത്തിലെ വാത്സല്യം മുഴുവൻ കൊടുക്കുന്നുണ്ടെങ്കിലും എൻ്റെ മുലയിൽ പാൽ ചുരുന്നില്ല. ഞാനിതുവരെ പ്രസവിച്ചിട്ടില്ല. ഇവർക്ക് മുലപ്പാൽ എങ്ങനെ കൊടുക്കും? അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെയായിപ്പോയത്. ഞാൻ ഇടം വലം നോക്കിയില്ല. തറയിലിരുന്നു കുട്ടികളെ മടിയിലെടുത്തു. എൻ്റെ മുല ചുരന്ന് പാലൊഴുകി. ഞാൻ പറഞ്ഞു, സഹോദരി, ഞാൻ ഇവരെ രക്ഷപ്പെടുത്താം. അത് കണ്ട് ശ്രീ ആനന്ദഭരിതരെ. പരമഭാഗ്യമെന്നേ പറയേണ്ടു. പക്ഷേ എന്തു പക്ഷേ? ഞാൻ സംശയത്തോടെ ചോദിച്ചു. ശ്രീയ വിനയപൂർവ്വം പറഞ്ഞു, അവിടുന്ന് ആര്യവംശത്തിലെ റാണിയാണ്. അന്യാര ശിശുവിന് മുലപ്പാൽ കൊടുത്താൽ അവിടുത്തെ ധർമ്മം നശിക്കും. ഏകലവ്യൻ്റെ കാര്യം അറിയാമല്ലോ. ഞാൻ അവളോട് പറഞ്ഞു, സഹോദരി, പഴയ കാര്യങ്ങൾ മറക്കൂ. ആര്യൻ, അനാര്യൻ എന്നൊക്കെയുള്ള വർഗീയ വ്യത്യാസം മനുഷ്യനിർമ്മിതമാണ്. എല്ലാവരുടെയും രക്തം ഒന്ന് തന്നെ, മുലപ്പാലൊന്നു തന്നെ. എനിക്ക് പുണ്യം നേടുവാനുള്ള അവസരം തരിക. ശ്രേയസ് തിരജത്തെയായി പറഞ്ഞു. എങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരും. കുഞ്ഞിന് പാൽ കൊടുക്കുന്ന അമ്മയ്ക്കുള്ള ഭക്ഷണം വേറെയാണ്. ആര്യ സ്ത്രീ ആയതുകൊണ്ട് അനാര്യന്മാരുടെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുമോ? ഞാൻ പറഞ്ഞു. ശ്രീരാമൻ ശബരിയുടെ ഉച്ഛിഷ്ടം ഭുജിച്ചു. അദ്ദേഹത്തിൻ്റെ മഹത്വത്തിന് ഒരു കുറവും സംഭവിച്ചില്ല. എൻ്റെ ഭർത്താവായ ഭീമൻ ഹിഡുംബി എന്ന രാക്ഷസിയെ വിവാഹം കഴിച്ചു. അർജുനൻ പാതാളകന്യകയായ ഉലൂബിയെ വരിച്ചു.
ത്രിഭുവനങ്ങളിലെയും ആളുകളുമായി ഞങ്ങൾക്ക് സൗഹാർദ്ദമുണ്ട്, ബന്ധുത്വമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ ഭക്ഷണം അമൃതമാണെന്ന് കരുതി ഞാൻ സ്വീകരിക്കും. ഉടൻ തന്നെ സ്ത്രീ ആഹാരം വിളമ്പി വെച്ചു. ഞാനൊന്നും ആലോചിക്കാതെ അത് കഴിക്കുകയും ചെയ്തു. എന്നിട്ട് 2 കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുത്തു. നിറഞ്ഞ മനഃശാന്തിയോടെ ഞാൻ മടങ്ങി. യുധിഷ്ഠിരന്റെ വാക്കുകൾ പരിപൂർണ സത്യമാണെന്ന് മനസ്സിലായി. അന്നു മുതൽ എല്ലാവർക്കും ആഹാരം കൊടുത്ത ശേഷം ഞാൻ ശബരകുടിയിലേക്ക് പോകുവാൻ തുടങ്ങി. സ്ത്രീയുടെ കുടിയിരുന്ന് ആഹാരം കഴിക്കും, എന്നിട്ടും കൊടുക്കും. ശബരശിശുക്കൾ 2 പേരും ക്രമേണ പുഷ്ടി പ്രാപിച്ചു. അവർ വളർന്നു തുടങ്ങി. എന്നെ കൊഞ്ചലോടെ അമ്മയെന്ന് വിളിക്കുവാൻ തുടങ്ങി. ഞാൻ ലോകമാതാവായ അന്നപൂർണയാണെന്ന് പറയപ്പെടുന്നു. അമ്മയുടെ അടുത്ത് ശിശുക്കളെല്ലാം സമന്മാരാണ്. അമ്മയുടെ അടുത്ത് എല്ലാ മനുഷ്യരും സന്താനങ്ങളാണ്, അമൃത സന്താനങ്ങൾ. ഭാദ്രപദ കൃഷ്ണാഷ്ടമി, ശ്രീകൃഷ്ണന്റെ ജന്മദിനം ഇന്നാണ്. ദ്വാരകയിൽ മഹോത്സവം നടക്കുന്നുണ്ടായിരുന്നു. കുന്തിദേവിയുടെ മേൽനോട്ടത്തിലും കൃഷ്ണന്റെ ജന്മദിനം ആർഭാടപൂർവ്വം ആഘോഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അക്ഷയപാത്രത്തിൽ പലതരം വിഭവങ്ങൾ തയ്യാറാക്കി കാമികവനത്തിലെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കുമെല്ലാം കൊടുത്തു. ഏതെങ്കിലും അതിഥി വന്നാലോ എന്ന് സന്ധ്യ വരെ പ്രതീക്ഷിച്ചു. കമ്പുവിനും ശംഭുവിനും പായസം കൊടുത്തു. അവരിപ്പോൾ ആരോഗ്യവന്മാരാണ്. അവരും കഴിച്ച ശേഷം പെട്ടെന്ന് കൃഷ്ണനെ ഓർമ്മ വന്നു. ചന്ദന ചർച്ചിതനായി വനമാലയണിഞ്ഞ അദ്ദേഹം കൂടുതൽ സുന്ദരനായി കാണപ്പെടുന്നുണ്ടായിരുന്നു. ദേവകിയും വസുദേവരും ഉത്സാഹത്തോടെ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. ഉത്സാഹാഘോഷങ്ങൾക്കിടയിൽ അദ്ദേഹം ഞങ്ങളെ ഓർമ്മിപ്പിക്കുക. അന്ന് വിടവാങ്ങൽ സമയത്ത് വനവാസകാലത്തിടയ്ക്കിടെ വന്ന് വിവരങ്ങൾ അന്വേഷിക്കുമെന്ന് കൃഷ്ണൻ വാഗ്ദാനം ചെയ്തിരുന്നു. എവിടെ? ഇതുവരെ ഒരു തവണ പോലും കണ്ടില്ല. ഹേ സഖേ, ഇന്ന് അങ്ങയുടെ ജന്മദിനത്തിൽ കൂടെ കൂടെ അങ്ങയെക്കുറിച്ചുള്ള ഓർമ്മ മനസ്സിനെ വ്യതിചലിപ്പിച്ചുകൊണ്ടിരിക്കാം. എൻ്റെ സ്മൃതിമണ്ഡലത്തിൽ അങ്ങയുടെ കമനീയ രൂപം വീണ്ടും വീണ്ടും തെളിഞ്ഞു വരും. എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം അങ്ങ് എത്ര രുചിയോടെ കഴിക്കുമായി. അങ്ങയ്ക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുവാൻ എനിക്കെന്ത് താല്പര്യമായത്. കാമികവനത്തിൽ ഞങ്ങൾ വന്ന ശേഷം എത്രയോ അതിഥികൾ സമയത്തും അസമയത്തും വന്നിരിക്കും. അക്ഷയപാത്രത്തിൻ്റെ കൃപയാൽ അവർക്ക് യഥോചിതം ഭക്ഷണം നൽകുവാൻ കഴിയും. ഇന്നും അനേകം അനാഥാരായ അതിഥികൾ വന്നു. പക്ഷേ എൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നില്ല. ആരോ ഉള്ളിലിരുന്ന് പറയും, അതിഥി വരും, തീർച്ചയായും വരും. രാത്രി ഏറെ ഞാൻ ആഹാരം കഴിച്ചില്ല. അർജുനൻ പറഞ്ഞു, കൃഷ്ണ, ഇനി എന്തിനാണ് വൈകുന്നത്? ഇത്ര ഇരുട്ടിയ ശേഷവും ഏത് അതിഥി വരാം? ഇനി ആഹാരം കഴിക്ക്. പകൽ മുഴുവൻ അധ്വാനിച്ചു തന്നെ. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, സഖാവ് വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഈ അസമയത്തോ? അദ്ദേഹത്തിന് എല്ലാ സമയവും ശുഭമുഹൂർത്തമാണ്. അങ്ങേക്ക് അറിഞ്ഞുകൂടെ? അർജുനൻ സ്നേഹപൂർവ്വം എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നേക്കാൾ കൂടുതലായി സഖാവിനെ പ്രേമിക്കുന്നുണ്ടോ? ഇതേ ചോദ്യം ഞാൻ അങ്ങയോടും ചോദിക്കട്ടെ. അതിനുത്തരമാണത്, പൂവ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. ഞാനും അത് തന്നെ പറയും. എന്നാൽ സഖാവിനോടുള്ള പ്രേമത്തിന് എന്തെങ്കിലും ഒരു പേരോ ഏതെങ്കിലും ഒരു അതിരവോ ഏതെങ്കിലും ഒരു ലൗകികമായ സാദൃശ്യമോ എനിക്ക് കണ്ടെത്താനാകുകയില്ല. അർജുനൻ എന്നിൽ സ്നേഹം നിറച്ചുകൊണ്ട് പറഞ്ഞു, കൃഷ്ണേ, സഖാവിനോടുള്ള നിങ്ങളുടെ പ്രേമം മൂലം എനിക്ക് അദ്ദേഹത്തോട് തെല്ലും അസൂയയില്ല. പക്ഷേ നിങ്ങളോട് അസൂയ തോന്നുന്നുണ്ട്. സ്നേഹ പരാമ്യത്തിൽ നിങ്ങൾ എന്നെ കടന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മാത്രവുമല്ല, സഖാവിന് എന്നേക്കാൾ പ്രിയം നിങ്ങളോടാണോ എന്ന് ഞാൻ ശങ്കിക്കുന്നു. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭു, അങ്ങയിൽ ഞാനുണ്ടോ? എന്നിൽ അങ്ങുണ്ട്. നമ്മളിൽ ഒരാൾ കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടതാണെങ്കിൽ എന്താണ് കുഴപ്പം? രഹസ്യകത്വം ഉപേക്ഷിച്ച് അർജുനൻ എന്നോട് ആവശ്യപ്പെട്ടു, ഇനി ആഹാരം കഴിക്കൂ. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. സഖാവ് വന്നാലോ? കഴിക്കാൻ എന്തു കൊടുക്കും? അർജുനൻ ആശ്വസിപ്പിച്ചു, വന്നാൽ തന്നെ ഇന്നത്തെ ദിവസം ഇതുവരെ അദ്ദേഹം ഒന്നും കഴിക്കാതിരിക്കുമോ? ദ്വാരകാധീശനായ കൃഷ്ണനുണ്ടോ ഭക്ഷണത്തിന് ക്ഷാമം? കൃഷ്ണൻ ആഹാരം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വെച്ചിരിക്കുന്നത് എനിക്കും ഒരു തവണ കൂടി വിളമ്പിത്തരൂ. ഞാനും എന്തും കഴിക്കുന്നതിന് മുമ്പ് സഖാവിന് അർപ്പിക്കുകയാണല്ലോ പതിവ്. ഞാൻ കഴിക്കുന്നതിൻ്റെ സ്വാദ് ആദ്യം അറിയുന്നത് അദ്ദേഹമാണ്. എൻ്റെ ഏതൊരു അനുഭവവും ആദ്യം ഉൾക്കൊള്ളുന്നത് അദ്ദേഹമാണ്. എൻ്റെ ഉള്ളിൽ കൃഷ്ണനെ കാണുവാൻ ശ്രമിച്ചാൽ അത് സാധ്യമാകും. അതുകൊണ്ട് എനിക്കൊന്നുകൂടി വിളമ്പിത്തരൂ. ശരിയാണ്, ഇത്ര ഇരുട്ടി കഴിഞ്ഞ് കൃഷ്ണനെ പ്രതീക്ഷിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. കൃഷ്ണനും അർജുനനും വ്യത്യസ്ത രൂപം ധരിച്ചവരാണെങ്കിലും ഏകാത്മാക്കളാണെന്നും അഭിന്ന ഹൃദയരാണെന്നും എനിക്കറിയാം. പരമഭക്തിയോടെ, ഹൃദയത്തിലെ കോമളമായ മമതാ സ്പർശത്തോടെ, നിർമ്മല സ്നേഹത്തിന്റെ മാധുര്യം കലർത്തി മിച്ചമുണ്ടായിരുന്ന ഭക്ഷണം അർജുനന് വിളമ്പിക്കൊടുത്തു. ആദ്യം കൃഷ്ണൻ അർപ്പിച്ച ശേഷം അദ്ദേഹം വീണ്ടും ആഹാരം കഴിച്ചു. അദ്ദേഹത്തിന്റെ ഉച്ഛിഷ്ടം കഴിച്ച് ഞാൻ പരമശാന്തി നേടി. അക്ഷയപാത്രം കഴുകി യഥാസ്ഥാനത്ത് വെച്ചു. കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് കിടന്നു. ഉറക്കത്തിലാണോ ഉണർവിലാണോ എന്നറിഞ്ഞുകൂടാ. മോഹകമായ മുരളീനാഥം ഹൃദയത്തിൽ എവിടെയോ മുഴങ്ങിക്കേറ്റു. ചന്ദന ചർജിതമായ പീതാംബരം ധരിച്ച് കൃഷ്ണൻ എൻ്റെ മുമ്പിൽ വന്നു നിന്നു. അഞ്ജലീധനായ അദ്ദേഹം യാചിക്കുന്നു, സഖി, അളവറ്റ ദാഹം. വെള്ളം കുടിച്ചാൽ തീരുന്നതല്ല ഈ ദാഹം. അതുകൊണ്ടാണ് മഴയും കൊടുങ്കാറ്റും വകവയ്ക്കാതെ ഇത്ര ദൂരം യാത്ര ചെയ്ത് നിങ്ങളുടെ അടുത്ത് വന്നത്. കാമിക വനത്തിൽ നിങ്ങൾ അമൃതീയമായ മാതാവായി തീരുന്നുവെന്ന് കേട്ടു. ജലജീവികളും സ്ഥലജന്തുക്കളും ആകാശത്തിലെ കീടങ്ങളും ശലഭങ്ങളും നിങ്ങളുടെ അമൃതധാര ആവോളം പാനം ചെയ്യും. ജംബുവിനും കമ്പുവിനും നിങ്ങൾ പുനർജന്മമെയ്തു. നിങ്ങളുടെ ഹൃദയത്തിൽ സഞ്ജീവനിയുണ്ട്. ഇന്നെൻ്റെ ജന്മത്തിൽ എൻ്റെ ഉള്ളത്തിൽ അമൃതദാഹം വർദ്ധിപ്പിച്ചിരിക്കും. എൻ്റെ ദാഹം ശമിപ്പിച്ചെന്നെ ധന്യനാക്കൂ.
ഞാൻ രോമാഞ്ചം കൊണ്ട് എൻ്റെ ഉള്ളിൽ യശോദാമാതാവിൻ്റെ അസ്തിത്വം അനുഭവപ്പെട്ടു. ഞാൻ ആരാണ്? കൃഷ്ണയോ യശോദയോ? എൻ്റെ എല്ലാ ദ്വന്ദ്ങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് ബാലഗോപാലൻ മുന്നിൽ നിൽക്കുന്നു. മുഖമണ്ഡലത്തിൽ സമസ്ത ലോകത്തിൻ്റെയും പരിശുദ്ധി അപൂർവ ശോഭയോടെ വിടരുന്നു. വെണ്ണക്കള്ളനായ ബാലകൃഷ്ണൻ അമൃതത്തിനു വേണ്ടി യാചിക്കുന്നു. എൻ്റെ വക്ഷസിൽ നിന്ന് അമൃതം ചുരുത്തുന്നതിനു വേണ്ടി യാചിക്കുകയാണോ? കൃഷ്ണൻ അനായാസേനെ കൈക്കൊമ്പിൽ നിറയെ അമൃതപാനം നടത്തും. എൻ്റെ സന്താനമായ കൃഷ്ണൻ എഴുന്നള്ളിയിരിക്കും. എന്നെ അമൃതമയമാക്കിയ ശേഷം മാതൃഹൃദയത്തിൻ്റെ വ്യത ദൂരീകരിച്ച് ഞാൻ വാത്സല്യത്തിൽ മുങ്ങി വിളിച്ചു, കൃഷ്ണ, കണ്ണ. അർജുനൻ എന്നെ കുലുക്കി വിളിച്ചുണർത്തി. എന്താണ് സ്വപ്നത്തിനും കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ച് എച്ചുംബേയും പറയുന്നത്? ഞാൻ വിഹുല്യായി പറഞ്ഞു, കൃഷ്ണനെയോ? ഞാൻ എൻ്റെ കുഞ്ഞിനെ വിളിക്കുകയായിരുന്നു. എൻ്റെ 5 പുത്രന്മാരും വന്നിരുന്നു കൃഷ്ണന്റെ വേഷത്തിൽ. അമൃത ആവശ്യപ്പെട്ടു. സ്വപ്നത്തിൽ തന്നെ വക്ഷസിലെ അമൃതം സന്താനത്തിന്റെ വായിൽ നിറച്ചു. വാസ്തവത്തിൽ എൻ്റെ വസ്ത്രം അമൃതം കൊണ്ട് നനഞ്ഞു. എൻ്റെ സ്വപ്നം കേട്ട അർജുനൻ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിലെ ഉദാരമതിയും കരുണാമയുമായ അമ്മ കൃഷ്ണനിലൂടെ ലോകത്തിലെ സർവ്വശിശുക്കൾക്കും അമൃതം നൽകുന്നു. ഉറങ്ങിക്കിടക്കുമ്പോഴും ലോകത്തിലെ വിശക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന നിങ്ങളുടെ മഹത്വം അതുല്യമാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു. പുറത്ത് കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിയുടെ കൂരിലിട്ട് ഭദ്രാപദത്തിലെ തേരാത്ത മഴ. എന്നാൽ രാജ്യം നഷ്ടപ്പെട്ട വനവാസികളായ പാണ്ഡവന്മാരുടെ കുടിലിനുള്ളിൽ നീല നിലവിളക്കു പോലെ പുരുഷത്വന്മനായ കൃഷ്ണൻ. അർജുനൻ വിസ്മയചകിതനായി ചോദിച്ചു, സഖേ, ഈ പെരുമഴയായത് അസമയത്ത് ദ്വാരക ഉപേക്ഷിച്ച് കാട്ടിലെങ്ങനെ വന്നെത്തി? കൃഷ്ണൻ മന്ദഹാസത്തോടെ പറഞ്ഞു, ഇങ്ങനെയൊരു പെരുമഴയത്ത് അമ്മയുടെ ഗർഭപാത്രം ഉപേക്ഷിച്ച് ഭൂമിയിൽ പിറന്നവന് സമയവും അസമയവും തമ്മിൽ വ്യത്യാസമുണ്ടോ? അവന് അഗ്യമായ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? എന്നാലും ഇത്ര പെട്ടെന്നുള്ള വരവിന്റെ ഉദ്ദേശം എന്താണ്? ദ്വാരകയിൽ എല്ലാവർക്കും സുഖമല്ലേ? സുഭദ്രയും മക്കളും സന്തോഷമായിരിക്കുന്നുവോ? അർജുനൻ ചോദിച്ചു. കൃഷ്ണൻ ശാന്തസ്വരത്തിൽ പറഞ്ഞു, എല്ലാവർക്കും സുഖം തന്നെ. പക്ഷേ എൻ്റെ വരവിന്റെ ഉദ്ദേശം മറ്റൊന്നാണ്. പെട്ടെന്ന് കൃഷ്ണയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ഓർമ്മ വന്നു. ഇന്നെൻ്റെ പിറന്നാളാ. കൃഷ്ണ പലതരം വിഭവങ്ങൾ ഒരുക്കി കാണുമെന്ന് വിചാരിച്ചു. മനസ്സിൽ വല്ലാത്ത കൊതി തോന്നി. അതുകൊണ്ട് നേരെ ഇങ്ങ് പോന്നു. കൃഷ്ണയുടെ ആഹാരകാര്യം ഓർത്ത് ഇന്ന് പകലൊന്നും കഴിച്ചില്ല. മഴയും കാറ്റും ഒന്നും വകവയ്ക്കാതെ ഇങ്ങ് പോന്നു. ആകെ നനഞ്ഞു. ശ്രീകൃഷ്ണന്റെ ദേഹത്തെ പീതാംബരം ഒട്ടിപ്പിടിച്ച് കിടന്നു. ചുരുൾ മുടികൾ അണിഞ്ഞ് വെള്ളത്തുള്ളികൾ ഇറ്റുവീടുകൊണ്ടേയിരുന്നു. അർജുനൻ പരിഭ്രാന്തനായി സഖാവിനെ പരിചരിക്കുവാൻ തുടങ്ങി. ഒട്ടും വൈകാതെ തൻ്റെ ഉണങ്ങിയ വസ്ത്രം അദ്ദേഹത്തിന് കൊടുത്തു. പാദവും മുടിയും ദേഹവും തുടച്ചു. എന്നാൽ ഞാനോ ഒന്നും ചെയ്യാതെ അനങ്ങാതിരുന്നു. അർദ്ധരാത്രി സഖാവിന് എന്താഹാരം കൊടുക്കും? അക്ഷയപാത്രം ശൂന്യമായി. അർജുനൻ പറഞ്ഞത് കേട്ട് ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി അങ്ങ് ഇത്ര ദൂരം വന്നിരിക്കുകയാണ്. അർജുനന്റെ വസ്ത്രം ധരിച്ച് കൃഷ്ണൻ അദ്ദേഹത്തെ പോലെ കാണപ്പെട്ടു. ദിവ്യാസനത്തിൽ ഇരുന്നു കൊണ്ട് ഒന്നും അറിയാത്തവനെ പോലെ പറയുന്നു, സഖി, ഇനി ഒട്ടും താമസിക്കേണ്ട, വിശന്ന് പ്രാണൻ പോകുന്നു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അർജുനനോട് നീരസം തോന്നി. സഖാവിനോടും. രാത്രി ഇരട്ടിയ ശേഷം ഏതെങ്കിലും അതിഥിക്ക് വരിക, കുറുക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി എന്തെങ്കിലും ആഹാരം തരുമെന്ന് പറയുക, ഇതൊന്നും അസാധാരണമായ കാര്യങ്ങളല്ല. എന്നാലും അക്ഷയപാത്രം ശൂന്യമായാൽ ദ്രൗപദിക്ക് അന്നദാനം ചെയ്യുക സാധ്യമല്ലെന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ. അദ്ദേഹം എന്നെ മനഃപൂർവ്വം വിഷമിപ്പിക്കുകയാണ്. എൻ്റെ മനസ്സിൻ്റെ സ്ഥിതി അർജുനൻ മനസ്സിലാക്കുന്നുണ്ട്. വിഷമത്തോടെ ചോദിച്ചു, സഖേ, പെരുമഴ പെയ്യുന്ന ഈ രാത്രിയിൽ കൃഷ്ണനെ വിഷമിപ്പിക്കുന്നതെന്ന് തീരുമാനിച്ചോ? കൃഷ്ണയുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചുകൊണ്ടൊന്നും അങ്ങേക്ക് തൃപ്തിയായില്ലേ? അങ്ങറിയാതെ ഈ ലോകത്ത് എന്തെങ്കിലും നടക്കും. കൃഷ്ണൻ അർജുനന്റെ വാക്കുകൾ ശ്രദ്ധിച്ചതേയില്ല. എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അല്പം ആഹാരം പോലും മിച്ചം വെച്ചിട്ടില്ലേ? ജന്മദിനത്തിന് എനിക്ക് എന്തെങ്കിലും വെച്ചേക്കുമെന്ന് വിചാരിച്ചു. എല്ലാം തീർത്തിട്ട് കിടന്നുറങ്ങിയാണ് വേണ്ടതെന്ന് എൻ്റെ മനസ്സ് സമ്മതിച്ചിരുന്നില്ല. ഞാൻ പരിഭവത്തോടെ പറഞ്ഞു, അതിഥിക്ക് ആഹാരം കൊടുക്കുന്നിരുന്നാൽ ശപിക്കാം. എന്നെ ശപിച്ചോ? ആദരവോടെ ഏറ്റുവാങ്ങും. ശപിക്കപ്പെട്ടതാണ് എൻ്റെ ഈ ജീവിതം. ഇനിയും കൂടുതൽ ശാപമുണ്ടായാലും ഭയമില്ല. സഖാവ് ചിരി വിതറിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ ജീവിതം ശപിക്കപ്പെട്ടതാണെന്ന് ആര് പറഞ്ഞു? നോക്കട്ടെ, കൈ കാണിക്കൂ. ഹസ്തരേഖ നോക്കി ഭാവി പ്രവചിക്കാം. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപായി അദ്ദേഹം എൻ്റെ കൈ പിടിച്ച് നിവർത്തി. കൈ പിന്നോട്ട് വലിച്ചാലോ എന്ന് ആലോചിച്ച്. അപ്പോൾ അർജുനൻ പതുക്കെ ചെവിയിൽ പറക്കും. കൈ സഖാവിനെ കാണിച്ചു കൊടുക്കൂ. അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ വളരെ ശരിയാണ്. മാത്രവുമല്ല, നിങ്ങളുടെ കൈ നോക്കിയിരുന്നാൽ അദ്ദേഹം വിശപ്പും ദാഹവും മറന്നുപോകും. അതിഥിയുടെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. എൻ്റെ കൈ സഖാവിൻ്റെ കയ്യിലിരുന്നു. അദ്ദേഹം വിരലിൻ്റെ അറ്റം നോക്കും. ഒരന്നത്തിൻ്റെ കണം എൻ്റെ വിരലിൻ്റെ അഗ്രഭാഗത്ത് പറ്റിയിരിക്കുന്നു. ക്ഷീണം കാരണം ധൃതിയിൽ കൈ എഴുതിക്കൊണ്ടിരിക്കുക. അന്നകണം ഉണങ്ങിപ്പിടിച്ചിരിക്കും. എച്ചിൽ പറ്റിയ കൈ സങ്കോചത്തോടെ കൃഷ്ണന്റെ കയ്യിൽ നിന്ന് മാറ്റുവാൻ ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹം ആ കണം എൻ്റെ കയ്യിൽ നിന്നെടുത്ത് പ്രസാദം പോലെ വായിലിട്ട്. ഞാനൊന്നും പറയാനാവാതെ സ്തംഭിച്ചു നിന്നു. എന്താണ് ഈ കാണിക്കുന്നത്? എൻ്റെ ഉച്ഛിഷ്ടം എന്നെ പാപത്തിൽ മുക്കുമല്ലോ. നിമിഷങ്ങൾക്കകം ശ്രീകൃഷ്ണൻ പരമസമൃദ്ധിയോടെ വയറ് തടവുന്നത് ഞാൻ കണ്ടു. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സഖി, നിങ്ങളുടെ കൈകൊണ്ടുണ്ടാക്കിയ അന്നത്തിൻ്റെ ഒരു കണം ഇത്ര ഗംഭീരമായ ഭക്ഷണമാണത്. കൂടുതൽ കഴിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും അജീർണം പിടിപെടുമായിരുന്നു. നിങ്ങൾ ആഹാരം കഴിച്ച ശേഷം ഞാൻ വന്നത് നന്നായി. ഞാൻ എൻ്റെ അശ്രദ്ധ ഓർത്ത് സ്വയം നിന്ദിക്കുകയായി.
സഖാവാകട്ടെ തൃപ്തിയോടെ ഏമ്പക്കം വിട്ട് എൻ്റെ ഭക്ഷണത്തെ പ്രശംസിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ഞങ്ങൾ വിശ്രമിച്ചു കൊള്ളട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം വിശ്രമിക്കുവാനും തുടങ്ങി. നേരം പുലരുന്നതിന് മുമ്പ് യാത്രയാവുകയും ചെയ്തു. സഖാവിൻ്റെയും നാടകീയമായ വരവിൻ്റെയും പോക്കിൻ്റെയും രഹസ്യം അടുത്ത ദിവസമാണ് ഞാൻ അറിയുന്നത്. ദേവർഷി നാരദൻ എഴുന്നള്ളി. അദ്ദേഹം ശ്രീകൃഷ്ണന്റെ ബന്ധുസ്നേഹത്തെ വേണ്ടുവോളം പ്രശംസിച്ചു. ബന്ധുക്കളെ ദുർവാസാവിന്റെ ബ്രഹ്മശാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാണ് പേമാരി ചെയ്ത രാത്രിയിൽ ഈ ഘോരവനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നതും എൻ്റെ ഉച്ഛിഷ്ടം കഴിച്ചത്. ദുര്യോധനന്റെ പരിചരണം കൊണ്ട് തൃപ്തനായ ദുർവാസാവ് അയാളുടെ അഭ്യർത്ഥന മാനിച്ച് 10,000 ശിഷ്യന്മാരെയും കൂട്ടി ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞ് കാമികവനത്തിൽ എത്തിച്ചേർന്നു. അദ്ദേഹം പാണ്ഡവന്മാരുടെ അതിഥിയായി. തൻ്റെ ശിഷ്യന്മാർക്കെല്ലാം മുട്ടും വൈകാതെ ആഹാരം കൊടുക്കണമെന്ന് പാണ്ഡവന്മാരോട് ആവശ്യപ്പെട്ടു. നിസ്സഹായരായ പാണ്ഡവന്മാർ ദുർവാസാവിന്റെ ക്രോധത്തിനിരയായി ശാപം ഏറ്റുവാങ്ങുമായിരുന്നു. അർദ്ധരാത്രിക്ക് ശേഷം അക്ഷയപാത്രം ശൂന്യമാകുമെന്ന് ദുര്യോധനറിയാം. അതുകൊണ്ടാണ് ഈ സമയം നോക്കി ദുർവാസാവിനെയും ശിഷ്യന്മാരെയും അങ്ങോട്ടേക്ക് അയച്ചത്. എന്നാൽ ആബൽ ബന്ധുവായ കൃഷ്ണന്റെ ബന്ധുക്കൾക്ക് ദുർവാസാവിന്റെ ശാപം ഏൽക്കുകയില്ല. എൻ്റെ വിരൽ തുമ്പിൽ പറ്റിയിരുന്ന അന്നഗണം സ്വീകരിച്ചിട്ട് കൃഷ്ണന്റെ വിശ്വാത്മാവ് തൃപ്തമായി. അതോടുകൂടി ദുർവാസാവും 10,000 ശിഷ്യന്മാരും തൃപ്തരായി. അവരുടെ എല്ലാം വിശപ്പ് ശമിച്ചു, വയർ നിറഞ്ഞു. ഇത് കൃഷ്ണന്റെ മായ തന്നെയെന്ന് മനസ്സിലാക്കിയ ദുർവാസാവ് ശിഷ്യന്മാരെയും കൊണ്ട് നിശബ്ദനായി മടങ്ങിപ്പോയി. എൻ്റെ മനസ്സ് കൃഷ്ണപാദങ്ങളിൽ അർപ്പിതമായി. കവചകുണ്ടലധാരിയായ കർണൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, ഞാൻ അർജുനനെ കൊല്ലും. കവചകുണ്ടലങ്ങൾ സഹിതം ജനിച്ചതുകൊണ്ട് കാരണം അതല്ല, അജയ്യനാണ്. ദുർവാസാവിനെ കൊണ്ട് ശവിപ്പിച്ച് പാണ്ഡവന്മാരെ നശിപ്പിക്കുവാനുള്ള ഗൂഢാലോചന വിഫലമായപ്പോൾ ദുര്യോധനൻ കർണനെ വീണ്ടും ആ പ്രതിജ്ഞ ഓർമ്മിപ്പിച്ചു. കർണൻ ഗംഭീര സ്വരത്തിൽ പറഞ്ഞു, പാണ്ഡവന്മാരെ സംഹരിക്കുവാനുള്ള ആദ്യപടിയാണ് അർജുനവധം. ഭൂമിയിൽ ഒരു ശക്തിക്കും അയാളെ മരണവക്രത്തിൽ നിന്ന് രക്ഷിക്കുവാൻ സാധ്യമല്ല. അർജുനനെ വധിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ജന്മമെടുത്തിരിക്കുന്നത്. ഭഗവാന് പോലും അവനെ എന്നിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുകയില്ല. ഭഗവാനാണെല്ലാം ചെയ്യുന്നതെങ്കിൽ മനുഷ്യൻ ഇത്രയും അംഗഭാഗങ്ങളും മസ്തിഷ്കവും മറ്റും നൽകിയത് എന്തിന്? വീരനായ കർണന്റെ പ്രതിജ്ഞ ഇടിമുഴക്കം പോലെ ആര്യാവർത്തത്തിലെമ്പാടും വ്യാപിച്ചു. കുന്തിദേവി ദുഃഖാതിരത്താൽ മൃതതയായി. അമ്മയുടെ കാതരമായ വിലാപം കൃഷ്ണന്റെ കാതുകളിൽ പതിച്ചു. ദുഃഖം കൃഷ്ണനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സർവ്വകാര്യങ്ങളും അദ്ദേഹത്തിന് വിട്ടുകൊടുത്തു. വനവാസികളായ പാണ്ഡവന്മാർ കർണന്റെ പ്രതിജ്ഞയാൽ അമർഷം പോന്നു. പെട്ടെന്നൊരു ദിവസം ദേവർഷി നാരദൻ പുതിയൊരു വാർത്തയുമായി വന്നു. കർണന് കവചകുണ്ടലങ്ങൾ നഷ്ടപ്പെട്ടു. തന്മൂലം അർജുനന്റെ അല്ല, കർണന്റെ ജീവനാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. കർണന്റെ പ്രതിജ്ഞ കേട്ട് അർജുനന്റെ പിതാവായ ദേവേന്ദ്രൻ ബ്രഹ്മണവേഷത്തിൽ പോയി കർണന്റെ അടുത്ത് ചെന്നു. കവചകുണ്ടലങ്ങൾ ദാനമായി ആവശ്യപ്പെട്ടു. കവചകുണ്ടലങ്ങളായിരുന്നു കർണന്റെ ശക്തി. എല്ലാം അറിഞ്ഞിട്ടും ദാതാവിന്റെ അഹങ്കാരത്തിൽ കർണൻ തന്റെ ശക്തിയുടെ സൗന്ദര്യം അർജുനന് പിതാവിന് ദാനം ചെയ്യുകയും ചെയ്തു. അർജുനന്റെ ജീവിതം നിരപായമാണെന്നറിഞ്ഞ് ഞാൻ ആശ്വാസം പൂണ്ടു. എന്നാൽ ഹൃദയത്തിന്റെ ഏകാന്തമായ ഏതോ കോണിൽ ഒരു കരുണസ്വരം മുഴങ്ങുന്നത് കേൾക്കാമായിരുന്നു. കർണൻ അനാഥനല്ലായിരുന്നു എങ്കിൽ അടിപൊളി. അതായത് കർണൻ അനാഥനല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവ് ആരാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവും പുത്രനെ രക്ഷിക്കുവാൻ വേണ്ടി ഏതെങ്കിലും ചെയ്യുമായിരുന്നു. കർണൻ മനഃപൂർവ്വം തന്റെ മരണത്തിന്റെ വായിലേക്ക് തള്ളിയിട്ടു. ദേവിക്ക് മനസ്സുകൾ ലഭിക്കുമോ? കർണൻ അവരുടെ ധർമ്മപുത്രനാണല്ലോ. നാരദൻ പറഞ്ഞു. കർണൻ ദേവേന്ദ്രനിൽ നിന്ന് ശത്രുഘാതിനി എന്ന അസ്ത്രം നേടിയെടുത്തു. അതിനാൽ കർണനെക്കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വീണ്ടും അർജുനനെയും പാണ്ഡവന്മാരെയും ഓർത്ത് വ്യാകുലചിത്തയായി. മനുഷ്യമനത്ത് എത്ര വിചിത്രമാണ്. അർജുനനെ വധിക്കുമെന്ന കർണന്റെ പ്രതിജ്ഞ കേട്ട് ഞാൻ ദുർവിചാരത്തിൽപ്പെട്ടു. പിന്നീട് കവചകുണ്ടലങ്ങൾ ദാനം ചെയ്ത വിവരമറിഞ്ഞ് കർണനോട് വ്യതയും സഹതാപവും തോന്നി. അടുത്ത നിമിഷത്തിൽ കർണന് ശത്രുഘാതിനി എന്ന അസ്ത്രം ലഭിച്ചതറിഞ്ഞ് ഞാൻ വീണ്ടും പാണ്ഡവന്മാരെ ഓർത്ത് വ്യാകുലപ്പെടുന്നു. ഇതിനിടയ്ക്ക് ശ്രീകൃഷ്ണൻ വന്നെത്തി. എന്നെ കണ്ടയുടൻ ചോദിച്ചു, ആരെയോർത്താണ് വിഷമിക്കുന്നത്, കർണനെയോ അർജുനനെയോ? രണ്ടുപേരും ഒരുപോലെയുള്ള യോദ്ധാക്കളാണ്, ശൂരവീരന്മാരാണ്. ഒരാൾ കുന്തിയുടെ പുത്രൻ, മറ്റേയാൾ ധർമ്മപുത്രൻ. ധർമ്മപുത്രനായ കർണനും സ്വന്തം പുത്രനായ അർജുനനും കുന്തിദേവിയുടെ കണ്ണുകളിൽ സമ്മാരാണെന്ന് എനിക്കറിയാം. ദ്രൗപദിയുടെ കണ്ണിലും അങ്ങനെ തന്നെയാണല്ലോ. പെട്ടെന്ന് കർണന്റെ പേര് പറഞ്ഞ് രസികത്വം പറയുമെന്ന് ഞാൻ ചിന്തിച്ചതേയില്ല. ആദ്യമൊന്ന് അമ്പരന്ന മുഖം ചുവന്നു. അതും സഖാവിൽ നിന്ന് മറച്ചു പിടിക്കുവാൻ കഴിഞ്ഞില്ല. അടുത്ത നിമിഷം സ്വയം നിയന്ത്രിച്ചു. സഖേ, മനുഷ്യ മനസ്സ് മരമോ കല്ലോ കൊണ്ടുണ്ടാക്കിയതല്ല. സ്ത്രീ ഹൃദയം കോമളമാണ്. അമ്മയ്ക്ക് ഇത്രമാത്രം മമതയും സഹാനുഭൂതിയുമുള്ള ആൾ എത്ര ശത്രുവാണെങ്കിൽ പോലും അയാളുടെ മരണം എനിക്ക് സന്തോഷം തരികയില്ല. മരണം ശത്രുവിനുള്ള ശിക്ഷയല്ല. ജനനവും മരണവും മനുഷ്യന്റെ കൈകളിലല്ല. മനുഷ്യൻ ആ ചുമതല സ്വയം ഏറ്റെടുക്കുന്നത് എന്തിന്? കർണനോട് എൻ്റെ മനസ്സിൽ സഹതാപം തോന്നുന്നത് സ്വാഭാവികം മാത്രം. എന്നാൽ അയാൾക്ക് ശത്രുഘാതിനി എന്ന അസ്ത്രം ലഭിച്ചതറിഞ്ഞ് അർജുനനെ ഓർത്ത് വ്യാകുലത വർദ്ധിക്കുന്നത് കുറെ കൂടി സ്വാഭാവികമാണ്. കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കർണൻ ഒരിക്കൽ നിങ്ങളെ നദിയിൽ മുങ്ങി മരിക്കാതെ രക്ഷിച്ചു. അതുകൊണ്ട് അയാളോട് സഹാനുഭൂതി ഉണ്ടായി കാണണം. കൃതജ്ഞത മനുഷ്യനെ മൃഗമാക്കി തീർക്കും. എന്തായാലും അർജുനനെ ഓർത്ത് വിഷമിക്കേണ്ട. കർണൻ ഒറ്റ പ്രാവശ്യം മാത്രമേ ശത്രുഘാതിനി പ്രയോഗിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ അസ്ത്രം സ്വയം ഇന്ദ്രന്റെ അടുത്ത് മടങ്ങിച്ചെല്ലും. ആ ഒരൊറ്റ പ്രാവശ്യം കർണൻ ഉന്നം പിഴച്ചാലോ? കൃഷ്ണന്റെ ചുണ്ടുകളിൽ വക്രമായ ഒരു ചിരി ഞാൻ കണ്ടു.
കൃഷ്ണൻ ജീവിച്ചിരിക്കെ അർജുനൻ എന്തിനു പേടിക്കണം? അടുത്ത നിമിഷത്തിൽ ഞാൻ പറഞ്ഞു, എന്നെങ്കിലും കർണന്റെ ജീവൻ രക്ഷിക്കുവാൻ എനിക്കൊരു അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ മനസ്സിന് ഈ കടത്തിന്റെ ഭാരം ഇറക്കി വെക്കാമായിരുന്നു. എന്റെ ജീവൻ രക്ഷിച്ചിട്ട് അയാൾ എന്നെ കടത്തിന്റെ ഭാരം കൊണ്ട് അമർത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു അവസരം ഇനി കിട്ടുമോ? ആവശ്യം വന്നാൽ എന്റെ ജീവൻ കൊടുത്താലും കർണനെ രക്ഷിച്ചിട്ട് ഞാൻ കടം വീട്ടു. ഞാൻ കടപ്പെട്ടിരിക്കുമ്പോൾ എന്റെ ഭർത്താക്കന്മാരുടെ ശത്രുവാണെന്ന് ആലോചിച്ച് മനസ്സിൽ ഗ്ലാനി നിറയുന്നു. കൃഷ്ണൻ എന്നെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, സഖി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഭർത്താക്കന്മാർ കർണന്റെ ശത്രുക്കളല്ല. കർണൻ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ശത്രുവാണ്. കർണന് വേണമെങ്കിൽ പാണ്ഡവന്മാരുടെ ഉറ്റ ബന്ധുവാകാം. അർജുനോടുള്ള അസൂയ കാരണം അയാൾ കൗരവന്മാരോട് കൂട്ടിച്ചേർന്നു. അഹങ്കാരം പൗരുഷമാണെന്ന് കരുതി സ്വന്തം മരണത്തെ വിളിച്ചു വരുത്തുകയാണ്. അയാളുടെ ജീവിതവും മരണവും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ അയാൾ മരണത്തെ വരിക്കും. നിങ്ങളുടെ ദയയും അനുകമ്പയും തട്ടിത്തെറിപ്പിക്കും. അഹങ്കാരമാണ് കർണന്റെ ഏറ്റവും വലിയ ശത്രു. ഋണഭാരം ക്ലേശകരമാണോ? അഹങ്കാരിയായ പുരുഷനോടുള്ള ഋണഭാരം മരണത്തെക്കാൾ ഭയാനകമാണ്. അന്ന് മരിക്കുകയായിരുന്നു ഭേദമെന്ന് തോന്നും. യമുനയുടെ പ്രവാഹത്തിൽ ജീവിതം ലയിപ്പിച്ചിരുന്നുവെങ്കിൽ ഇത്ര ഗ്ലാനിയും അന്തസംഘർഷവും അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല. പാണ്ഡവന്മാർ ഹസ്തിനാപുരത്തെ സിംഹാസനം തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് എപ്പോഴും ചർച്ച ചെയ്യുമായിരുന്നു. എന്നാൽ യുധിഷ്ഠിരൻ അതിൽ പങ്കെടുക്കാറില്ലായിരുന്നു. അദ്ദേഹത്തിന് ഈ മൗനം എന്നിൽ കോപം ജനിപ്പിക്കുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ദൂരവീക്ഷണമെല്ലാം യാമപ്രകാരണം വീരന്മാരായ അർജുനനും ഭീമനും നകുലനും സഹദേവനും ദ്രുപദനന്ദനിയായ ഞാനും രാജ്യം നഷ്ടപ്പെട്ട് വനവാസികളായി കഴിയുന്നു. എന്നിട്ട് ഈ അന്യായത്തിൽ നിന്നും പകരം വീട്ടുന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും ആലോചിക്കുന്നില്ല. ക്ഷമാശീലമായ ഹൃദയം ഈശ്വരന്റെ വാസ്തലമാകും. എന്നാൽ ശത്രുവിനോടും പാപിയോടും ക്ഷമിക്കുന്നത് ക്ഷത്രിയ ധർമ്മമല്ല. മൃദുത്വമോ കർക്കശ്യമോ മാത്രം കാണിക്കുന്നവൻ സൽപുരുഷനല്ല. വേണ്ടുന്നിടത്ത് മൃദുവും വേണ്ടാട്ടിടത്ത് കർക്കശനുമാകുവാൻ അവൻ തയ്യാറാകാം. ഞാനിങ്ങനെ പറയുമ്പോൾ യുധിഷ്ഠിരൻ സമാധാനത്തോടെ പറയും, ഭാരതവംശത്തിന്റെ വിനാശകാലം അടുത്തിരിക്കുന്നു. ദുര്യോധനൻ രാജപദവിയിലാണ്. അയാൾ ക്ഷമിക്കുകയില്ല. രാജാവ് സ്വയം ക്ഷമ അംഗീകരിക്കുന്നില്ല എങ്കിൽ അയാൾ അക്ഷയന്തവുമായ അപരാധങ്ങളും ദുരാചാരങ്ങളും മുങ്ങിപ്പോവുക തന്നെ ചെയ്യും. തന്മൂലം രാജ്യവും സമൂഹവും നാശത്തിന്റെ വക്കിൽ ചെന്ന് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ക്ഷമയെ ആശ്രയിക്കുന്നത്, അഹിംസയെയും സത്യത്തെയും മുറുകെ പിടിച്ചിരിക്കുന്നത്. ഭാരതവംശം നശിക്കാതിരിക്കുമോ എന്ന് നോക്കട്ടെ, എങ്കിൽ മാത്രമേ എൻ്റെ സാധന സഫലമാകുകയുള്ളൂ. കാമക്രോധ ലാഭങ്ങൾ നരകത്തിലേക്കുള്ള 3 വാതിലുകളാണ്. ക്രോധോ ലോഭോ നിയന്ത്രണാതീതമായാൽ മാത്രമേ ആഗ്രഹത്തിൻ്റെ അന്തിമഫലം ലഭ്യമാകുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ശാന്തചിത്രരായ ഭാഗ്യപരിവർത്തനത്തിൻ്റെ ശുഭകാലം വരെ കാത്തിരിക്കേണ്ടത്. വനവാസം ആരംഭിച്ചപ്പോൾ തന്നെ ഹസ്തിനാപുരം കൈവശപ്പെട്ടുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നതെന്തിന്? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കർമ്മം ചെയ്യാതെ ക്ഷണകമോ നിത്യമോ ആയ സുഖം ലഭിക്കുകയില്ല. ഭാഗ്യവും കർമ്മത്തിന് നിയന്ത്രിക്കപ്പെടും. കർമ്മം ചെയ്യാതെ ഭാഗ്യം എങ്ങനെ മാറും? വനവാസത്തിന്റെ അവസാനം നമുക്ക് ഇഷ്ടപ്പെട്ട അന്തസ്സ് വീണ്ടെടുക്കുന്നതിനെക്കുറിച്ച് ഇപ്പോഴേ ചിന്തിച്ചില്ല എങ്കിൽ പാണ്ഡവന്മാർക്ക് എങ്ങനെ രക്ഷ നേടുവാൻ കഴിയും? യുധിഷ്ഠിരൻ കുറെ കൂടെ ശാന്തനായി പറഞ്ഞു, ധർമ്മരക്ഷിതമോ, ധർമ്മത്തെ മുറുകെ പിടിച്ചാൽ ധർമ്മം തന്നെ രക്ഷിച്ചുകൊള്ളു. അതിനാൽ ഒരു സാഹചര്യത്തിലും ഞാൻ ധർമ്മം ഉപേക്ഷിക്കുകയില്ല. നിങ്ങൾ വിദൂഷിയാ, ധർമ്മരക്ഷയുടെ മഹത്വം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഞാൻ പരിവൃതത്തോടെ നിറകണ്ണുകളോടെ പറഞ്ഞു, സഖാവ് സാക്ഷിയാണല്ലോ. ഈ ധർമ്മരാജൻ അവസരം കിട്ടിയാൽ സഹോദരന്മാരെയും ഭാര്യയെ ഉപേക്ഷിക്കും. ധർമ്മം ഉപേക്ഷിക്കുകയില്ല. എന്നാൽ ധർമ്മം അദ്ദേഹത്തെ ഇങ്ങനെ രക്ഷിക്കുമെന്നുള്ളതിന് എനിക്കൊരു ഉറപ്പവുമില്ല. പോരാഞ്ഞിട്ട് അർജുനനെ വധിക്കാൻ വേണ്ടി കർണൻ ശത്രുഘാതനെയും നേടിയിരിക്കുന്നു. പാണ്ഡവന്മാർ എങ്ങനെ ജീവിക്കുമെന്ന കാര്യം പോലും ധർമ്മരാജനെ ഒരിക്കലും വ്യതിചലിപ്പിക്കുകയില്ല. കൃഷ്ണന്റെ മുൻപിൽ വെച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണദ്വൈവായനൻ എത്തിച്ചേർന്നു. അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഉത്കണ്ഠ അകറ്റുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. കർണനെ പോലെയുള്ള വീരന്മാരോട് പൊരുതുവാൻ പാണ്ഡവന്മാരുടെ പക്കൽ വേണ്ടുവോളം ആയുധങ്ങൾ ഇല്ലാത്തതിൽ വിഷമം തോന്നുന്നത് സ്വാഭാവികമാണ്. ഞാൻ യുധിഷ്ഠിരനെ ഇന്ന് ശ്രുതിസ്മൃതാവിദ്യ അഭ്യസിപ്പിക്കാം. അയാൾ അത് അർജുനന് ഉപദേശിച്ചു കൊടുക്കും. അർജുൻ ഈ വിദ്യ പ്രയോഗിച്ച് ഇന്ദ്രനെയും ശിവനെയും യമനെയും വരുണനെയും കുബേരനെയും പ്രസാദിപ്പിച്ച് ദിവ്യാസ്ത്രങ്ങൾ കരസ്ഥമാക്കും. ആത്മയാസ്ത്രവിദ്യ നേടിക്കഴിഞ്ഞാൽ അർജുനൻ കർണന്റെ ശത്രുഘാതനെയെ ഭയക്കേണ്ടതില്ല. ശ്രീകൃഷ്ണനും നാരദമുനിയും വേദവ്യാസനും വിദ്യാധ്യാനത്തിനു ശേഷം മടങ്ങിപ്പോവുകയും ചെയ്തു. തുടരും.